ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ട്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം ആതിര മിസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. മിസ്സെ, ഇപ്പം നമുക്ക് ഓഗസ്റ്റ് 3 നമ്മുടെ CACBയുടെ ക്ലർക്കിൻ്റെ എക്സാം നടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതായത് നമുക്ക് ഈ തവണ JDC HDC കഴിഞ്ഞവർ, അതുപോലെ BCom കോർപ്പറേഷൻ കഴിഞ്ഞവർ. അപ്പോൾ പ്രധാനമായിട്ടും സംശയത്തിൽ നിൽക്കുന്നത് HDC JDC കഴിഞ്ഞവരാണ്. കൂടുതൽ സംശയത്തിൽ നിൽക്കുകയാണ്. അവർക്ക് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പം സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും സിലബസ് വന്നു കഴിഞ്ഞു. വൈഡായ ഒരു ഏരിയയിലാണ് നമുക്ക് അക്കൗണ്ടൻസി വന്നിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഒരുപാട് ഏരിയ വൈഡായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അവർ ചോദിക്കുന്നത് ഇതാണ്: ഞങ്ങൾക്ക് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഈ പ്രോബ്ലംസ് വരെ CACB എക്സാമിന് പ്രീവിയസ് വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ബാങ്കിൽ ഒരു ജോലി എന്നൊരു ആഗ്രഹം വെച്ച് ഞങ്ങൾ ഇനി മുൻപോട്ട് പോകണോ, വേറെ ഏതെങ്കിലും ഏരിയയിലോട്ട് ഞങ്ങൾ മാറി ചിന്തിക്കണോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. അപ്പം മിസ്സിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും അതുപോലെ സെക്രട്ടറിയുടെ സിലബസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നു. അത് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു ഡീറ്റെയിൽഡ് സിലബസ് തന്നെയാണ് CACB പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നേ ഹെഡിങ് മാത്രമേ CACB അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റാന്ന് മാത്രമേ CACB പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പരന്ന വായന നമുക്ക് എന്താണ് ആവശ്യമായിരുന്നു നമ്മുടെ എക്സാമിന് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് സിലബസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ പോലെ തന്നെ സിലബസ് അക്കൗണ്ടിങ് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് വൈഡ് തന്നെയാണ്. ഇപ്പൊ ഈ HDC കഴിഞ്ഞ ആളുകൾ, അതായത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ടിങ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. കാരണം നമുക്കറിയാം, പല ഉദ്യോഗാർത്ഥികളും നിങ്ങൾ ജനറൽ PSCക്കൊക്കെ ഈ GK ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത, അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ജനറൽ PSC അപ്പിയർ ചെയ്ത് നല്ല റാങ്കിൽ എത്തി ജോലിയിൽ പ്രവേശിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ GK ഒരു വൈഡ് ഏരിയ ആണ്. അപ്പൊ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ എളുപ്പമുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. പോരാത്തതിന് നമ്മളുടെ 6 month ബാച്ചിന് നമ്മൾ പ്രത്യേകിച്ചും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സിലബസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ടോപ്പിക് കണ്ടന്റ് തന്നെ അവരൊരു ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള രീതിയിലാണ്. അതായത് യാതൊരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾക്കും ഫ്രം ദ ബേസ് മുതൽ നമ്മൾ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് പ്രോബ്ലംസ് ആയിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ ഒരു +1 ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കാൻ തുടങ്ങുകയാണ്. ആ +1 കൊമേഴ്സ് ക്ലാസ്സിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് പഠിക്കുന്നത്, ആ രീതിയിൽ അക്കൗണ്ടന്റ് എന്താണ്, അക്കൗണ്ടൻസി എന്താണ്, അതിൻ്റെ ഫ്രം ഡെഫിനിഷൻ ടു നമ്മളൊരു ഫൈനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെ, അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിക്ക്, അതുപോലെ തന്നെ നമ്മൾ കണ്ടന്റ് ബേസ് ആയിട്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ 6 month കോഴ്സ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത മറ്റ് സ്ട്രീമിൽ നിന്ന് വന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു അക്കൗണ്ടൻസി CACBയുടെ അക്കൗണ്ടൻസി സിലബസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമ്മളുടെ ടീം തയ്യാറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളുടെ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് 6 month ബാച്ചാണ് നമുക്കിനി വരാനുള്ളത്, അല്ലേ? അപ്പം ആ ഒരു ബാച്ചിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിലബസ് ഇപ്പം ഓൾറെഡി ക്ലർക്കിന്റെ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സിലബസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകും. അതെ മിസ്സേ, പിന്നീട് എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ സിലബസ് സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും നമുക്ക് കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് സെക്ഷൻസ് മുഴുവനും 110 സെക്ഷൻസും 201 റൂളും വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ ഇത് ഓർത്തിരിക്കാം? ഭയങ്കര ലോ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ലാംഗ്വേജ് ആണെങ്കിൽ കുറച്ചധികം ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഈ കോപ്പറേറ്റീവ് ലോനെ നമുക്ക് കൈവശത്താക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കോപ്പറേറ്റീവ് ലോ പഠിച്ചെടുക്കാം? അപ്പം നമ്മൾ 15 മാർക്കാണ് നമ്മളുടെ ക്ലർക്ക് പരീക്ഷയ്ക്ക് സാധാരണ നിയമങ്ങളും ചട്ടങ്ങളിൽ നിന്നും വരുന്നത്. ആ 15 മാർക്കിന് വേണ്ടി നമ്മൾ 110 സെക്ഷനും 201 റൂളും പഠിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത്, നമ്മളറിയാം CACB എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം CACB ചോദിക്കുന്ന ചില കോർ ഏരിയാസ് ഉണ്ട്. അതായത് നമ്മളുടെ രജിസ്ട്രേഷൻ്റെ പാർട്ടിൽ നിന്ന്, മെമ്പർഷിപ്പിൻ്റെ പാർട്ടിൽ നിന്ന്, എലക്ഷൻ്റെ പാർട്ടിൽ നിന്ന്, അങ്ങനെയുള്ള ചില കോർ ഏരിയാസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഉള്ള സെക്ഷൻ ട്രൈബ്യൂണൽ, അങ്ങനെയുള്ള ആർബിട്രേഷൻ, അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ CACBക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ആ ഏരിയാസ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ലോ ചോദിക്കുന്നത് വളരെ കുറവാണ്. ലോന്റെ അകത്തുനിന്ന് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ലോനെ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിയമങ്ങളും ചട്ടങ്ങളും ഒരു സാധാരണ വിദ്യാർത്ഥി അല്ലെങ്കിൽ സാധാരണ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയ്ക്ക്
നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ലോ പഠിക്കേണ്ടത്. നമുക്ക് എന്താണ്, ഒരു സർവീസിൽ കയറിയാലും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഈ സാധാരണ നിയമങ്ങളും ചട്ടങ്ങളും എന്നുള്ളത്. അപ്പോൾ അത് വൃത്തിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ 15 മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള നമ്മുടെ ലക്ഷ്യം നമുക്ക് ഈ PYQ അനാലിസിസിലൂടെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ലോ ക്ലാസ്സസും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള രീതിയിൽ, അതും നമുക്ക് ലോ എടുക്കുന്ന അധ്യാപകരൊക്കെ എന്ന് പറയുന്ന സർവീസിലിരിക്കുന്ന സാധാരണ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള അധ്യാപകരാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ രസകരമായിട്ടുള്ള രീതിയിൽ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഒരു കാണാപ്പാഠം പഠിക്കുന്ന രീതിയല്ല, പക്ഷെ എന്താണ്, മറിച്ച് നിങ്ങൾക്ക് രസകരമായിട്ടുള്ള രീതിയിൽ ലോ എങ്ങനെ കോഡൊക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കാം എന്നുള്ളത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 15 മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് നമുക്കൊരു സർവീസിൽ ഇരിക്കുമ്പം അതിനും കൂടി ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ഉറച്ച ധാരണയോട് കൂടിയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കോപ്പറേറ്റീവ് ലോനെ സമീപിക്കാൻ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ബാങ്കിങ്ങിൽ നമുക്ക് ഏറ്റവും അഡ്വാൻസ് ലെവലുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് വരുന്നത്. എവിടെ നിന്നാണ് ഈ ഒരു ടോപ്പിക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നതെന്ന് പോലും ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു 6 മന്ത് ബാച്ചിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ബാങ്കിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പോൾ ബാങ്കിങ്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് CSEB പരീക്ഷയ്ക്ക് ഒരു ടഫുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ബാങ്കിങ് തന്നെയാണ്. ബാങ്കിങ്ങിനെ നമുക്ക് പൊതുവെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രഡീഷണൽ ബാങ്കിങ് എന്നും മോഡേൺ ബാങ്കിങ് എന്നും. ഈ മോഡേൺ ബാങ്കിങ് കുറച്ചും കൂടി നമുക്ക് എന്താണ് പഠിച്ചെടുക്കാൻ ഉള്ള കാര്യങ്ങളാണ്, അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം മോഡേൺ ബാങ്കിങ്ങിൽ. അതുപോലെ തന്നെ ട്രഡീഷണൽ ബാങ്കിങ് നമുക്ക് പണ്ട് മുതലേ ചോദിച്ചു വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ പോലെ, ഗാർണിഷ് ഓർഡർ പോലെയുള്ള, അതുപോലെ തന്നെ ഹൈപ്പോത്തിക്കേഷൻ പോലുള്ള, ലീന് പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് ആദ്യം പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന റീസെൻ്റ് ആയിട്ടുള്ള ബാങ്കിങ്ങിൽ വരുന്ന ട്രെൻഡ്സ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ബാങ്കിങ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ വരുന്ന, അതായത് ഇപ്പം നമ്മൾ KYCയുടെ കാര്യം നോക്കുമ്പോൾ നമ്മൾ എത്ര വർഷത്തിനുള്ളിലാണ് KYC നമ്മൾ ഒരു റിസ്കി കസ്റ്റമറിന് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റേറ്റുകൾ എപ്പോഴും മാറ്റം വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് നമ്മളുടെ പഠനത്തിലും നമ്മൾ എന്താണ്, നമ്മൾ ഒരു ബുക്ക് വാങ്ങി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ വെച്ചിട്ട് അതിലുള്ള കണ്ടന്റ് തന്നെ നമ്മൾ പഠിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് മാറ്റം, നമ്മളുടെ ബാങ്കിങ്ങിലൊക്കെ എപ്പോഴും RBI ഒക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ആ മാറ്റത്തിനനുസൃതമായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ റേറ്റുകൾ അടക്കം നമ്മൾ പഠിച്ചു പോകണം. അതിനായിട്ട് നമുക്ക് നമ്മളെ ഒരു സ്പെഷ്യൽ റിസർച്ച് വിങ് തന്നെ ഉണ്ട്, നമ്മുടെ CC ബാങ്ക് റിസർച്ച് വിങ് ഉണ്ട്. ആ വിങ് നമ്മൾ എന്താണ് ഈ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസും ഒക്കെ അവർ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ സബ്ജക്റ്റിലും അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ കണ്ടന്റിലൊക്കെ നമ്മൾ എന്താണ് മെറ്റീരിയലിലും കണ്ടന്റിലൊക്കെ അവർ അതിനനുസരിച്ച് മാറ്റം വരുത്തും. അപ്പോൾ ബാങ്കിങ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ബാങ്കിങ്ങിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അക്കൗണ്ടിങ്ങിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ബാങ്കിങ്. അപ്പോൾ ആ ബാങ്കിങ്ങും നമുക്ക് എന്താണ് വളരെ ഇതായിട്ട് ഡെയിലി ലൈഫിന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ബാങ്കിങ്ങിലുള്ള. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ പ്രാക്ടിക്കൽ വശം കൂടി നോക്കി നമ്മൾ പഠിച്ചെടുക്കും. അതായത് കറണ്ട് അഫയേഴ്സ് പോലെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്. അപ്പം നമ്മുടെ 6 മന്ത് ബാച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് അവർ സ്വമേധയാ അതിന്റെ നോട്ടുകൾ കണ്ടെത്താനായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വിങ് തന്നെ, റിസർച്ച് വിങ് തന്നെ അതെന്ത് ചെയ്യുന്നു, നമ്മളെപ്പോഴും നമ്മുടെ ബാച്ച് നമ്മളുടെ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഡെയിലി പേപ്പറിൽ വരുന്ന ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മളുടെ റിസർച്ച് വിങ് നമ്മുടെ മെറ്റീരിയൽസിലും അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ വീക്ക്ലി എക്സാം, ഡെയിലി എക്സാം. അപ്പൊ ഈ ഡെയിലി എക്സാമുകളിലെല്ലാം നമുക്ക് ഈ വന്നിരിക്കുന്ന അപ്ഡേഷൻസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ. അതെ, ഡെയിലി, അതായത് ബാങ്കിങ്ങിന്റെ മേഖലയിൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അതുപോലെ ഇംഗ്ലീഷ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു, മാത്സ് ഒക്കെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് ഡെയിലി ബേസിസ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു 6 മന്ത് ബാച്ച് പോകുന്നത്. ഒരു കറക്റ്റ് സിലബസ്, കറക്റ്റ് ടൈം ടേബിള്, കൃത്യമായി ലൈവ് എക്സാമുകളും വീക്കിലി എക്സാമുകളും നമ്മൾ അറിയിച്ചു. മെന്റർഷിപ്പ് ക്ലാസ് ഉണ്ട്. അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ക്ലിയർ ചെയ്ത് മുൻപോട്ട് പോകുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 6 മന്ത് ബാച്ച് ആരംഭിക്കുകയാണ്, ബിഗിനേഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക, ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ നമ്മുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ ഇത്തവണ CC യോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്